പരമമായ ശക്തിയാൽ അയക്കപ്പെട്ട ഞാൻ വലിയൊരു ലക്ഷ്യത്തിനായാണ് ഇവിടെ ഉള്ളത്. അത് എന്താണ് എന്ന് നമുക്ക് ഏവർക്കും ഏകദേശം ഊഹിക്കാവുന്നതാണ്. അദ്ദേഹം ഗവേഷണവും ഒക്കെ നടത്തിയാകാം ഇത് പറഞ്ഞത്. പരമമായ ശക്തിയാൽ അയക്കപ്പെട്ട ഞാൻ എന്ന് പറയുമ്പോൾ എന്താണ് അദ്ദേഹം വിഷയം? പരമശക്തൻ എന്ന് പറഞ്ഞാൽ ദൈവമാണല്ലോ, അതല്ലാതെ പരമശക്തനില്ല. അപ്പൊ പരമശക്തനാൽ അയക്കപ്പെട്ട ഞാൻ എന്ന് പറഞ്ഞാൽ ദൈവത്താൽ അയക്കപ്പെട്ടവനാണ് ഞാൻ. അവിടെ തീരുന്നില്ല, വലിയൊരു ലക്ഷ്യത്തിനായാണ് ഇവിടെ ഉള്ളത്. അപ്പൊ ഞാൻ ദൈവത്താൽ അയക്കപ്പെട്ടവനാണ്, എനിക്കൊരു വലിയ ലക്ഷ്യം നിറവേറ്റാനുണ്ട്. അപ്പൊ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ ഓർത്തു പോവുകയാണ്, അദ്ദേഹം ആ ലക്ഷ്യത്തിലേക്ക് നടന്നെടുക്കുന്നതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് അദ്ദേഹം രാം ടെമ്പിൾ, അയോധ്യ ക്ഷേത്രം നിർമ്മിതി പൂർത്തീകരിച്ചത്. പക്ഷേ നമ്മൾ അദ്ദേഹത്തെ മഹാത്മാഗാന്ധിയുമായിട്ട് ഒന്ന് താരതമ്യം ചെയ്തു നോക്കണം. മഹാത്മാഗാന്ധി എന്താണ് അദ്ദേഹത്തിന്റെ വില്ലേജ് സ്വരാജ് എന്ന ഗ്രന്ഥത്തിൽ, ആ ഗ്രന്ഥത്തിന്റെ ഏറ്റവും അവസാന പേജാണ് 250 പേജ്. ആ 250 പേജ് അല്ലെ രണ്ടാമത്തെ പാരഗ്രാഫ് നിങ്ങളൊന്ന് എടുത്ത് നോക്കണം. മൈ റാം ഡസ് നോട്ട് മീൻ ഹിന്ദു റൂൾ എന്ന അർത്ഥത്തിലാണ് അദ്ദേഹം, അതായത് ഞാൻ രാം രാം എന്ന് എപ്പോഴും ജപിക്കുന്നു, രാമൻ എൻ്റെ ദൈവമാണ്, രാമൻ ലോകത്തിന്റെ മുഴുവൻ ദൈവമാണ്. പക്ഷെ ഞാൻ രാം രാം എന്ന് വിളിക്കുന്നത് കൊണ്ട് രാമരാജ്യം ഉദ്ദേശിക്കുന്നില്ല, അതായത് ഹിന്ദു ഭരണം ഉദ്ദേശിക്കുന്നില്ല. അത് കൃത്യമായിട്ട് അദ്ദേഹം അവിടെ എടുത്തു പറയുന്നുണ്ട്. ഹിന്ദുത്വ അല്ല എൻ്റെ ഉദ്ദേശം, ഹിന്ദു ഭരണവുമല്ല. ഇന്ത്യയെ ഒരു ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റുക, അതുപോലെ ഹിന്ദു ഭരണം കൊണ്ടുവരിക, അതല്ല എൻ്റെ ലക്ഷ്യം. എൻ്റെ ലക്ഷ്യം ലോകത്തിന് മുഴുവൻ സ്വർഗം ചൂണ്ടിക്കാണിച്ചു കൊടുക്കുകയാണ് എന്നാണ് മഹാത്മാഗാന്ധി പറയുന്നത്. മഹാത്മാഗാന്ധി പറയുന്നതും RSSകാരും അദ്ദേഹത്തിന്റെ വാഗ്മിയായ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയും പറയുന്നതും തമ്മിൽ ഒരു പുലബന്ധം പോലുമില്ല. മഹാത്മാഗാന്ധി എത്ര ദൈഷ്ണികതയോടു കൂടിയാണോ ആ രാം എന്ന് പറഞ്ഞത്, രാംരാജിന് വേണ്ടി പറയുന്നത്, അതിൻ്റെ ഒരു അടുത്ത് പോലും പോകാത്ത രീതിയിലാണ്, ആ ഒരു കോൺസെപ്റ്റ് അംഗീകരിക്കാത്ത രീതിയിലാണ് ഇവിടെ ഞാൻ അയക്കപ്പെട്ടവനാണ്, എൻ്റെ ദൗത്യം നിർവഹിക്കുവാൻ വേണ്ടി ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വെച്ചാൽ ഹിന്ദുത്വ, ഒരു ഹിന്ദു രാഷ്ട്രം കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തിലാണ് ഞാൻ എന്ന് അദ്ദേഹം പറയാതെ, നരേന്ദ്രമോദി പറയാതെ പറയുകയാണ്. അപ്പോഴും അദ്ദേഹം നമ്മുടെ ഡെമോക്രസിയെ അപമാനിക്കുകയാണോ ആദരിക്കുകയാണോ ചെയ്യുന്നത്? പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മുടെ ഡെമോക്രസി സെക്യുലർ ഡെമോക്രസിയാണ്, മതേതര ജനാധിപത്യമാണ്. ആ മതേതര ജനാധിപത്യത്തിന്റെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കേണ്ട പ്രധാനമന്ത്രി എന്താണ് പറയുന്നത്? എന്നെ അയച്ചവൻ പരമശക്തനാണ്, ആ പരമശക്തന് ഒരു ലക്ഷ്യമുണ്ട്, ആ ലക്ഷ്യം നിറവേറ്റാനാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് എന്ന് പറയുന്ന ആ നരേന്ദ്രമോദി, അദ്ദേഹം ജനാധിപത്യത്തെ, നമ്മുടെ ഇന്ത്യൻ ജനാധിപത്യത്തെ ഇപ്പോ എങ്ങനെ വീക്ഷിക്കുന്നു, എങ്ങനെ സംരക്ഷിക്കുന്നു? അദ്ദേഹം തന്നെ വേലി തന്നെ വിളവ് തിന്നുന്നു എന്ന് പറയുന്നത് പോലെ അദ്ദേഹം തന്നെ ആ നമ്മുടെ ഇന്ത്യൻ ജനാധിപത്യത്തെ വേരോടെ പിഴുതെറിയാനുള്ള തത്രപ്പാടിലാണ് ഇപ്പോൾ നടക്കുന്നത് എന്ന് വേണം അദ്ദേഹത്തിന്റെ ഈ പ്രസ്താവനയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ നടത്തി ഇനി ഈ ലക്ഷ്യം നിറവേറ്റാൻ വേണ്ടി അദ്ദേഹം ഡെമോക്രസി എങ്ങനെ ചെയ്യുന്നു എന്ന് ആലോചിച്ച് നോക്കുക. 2019 ഇലക്ഷൻ സമയത്ത്, ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യുന്നതിന് തൊട്ട് മുൻപാണ് അദ്ദേഹം ഒരു ഫ്രീ ബി ഇന്ത്യയിലെ പാവപ്പെട്ടവന് എറിഞ്ഞു കൊടുക്കുന്നു. എന്ത് ഫ്രീ ബി ആണ്? സുപ്രീം കോടതി ഈ അടുത്ത ദിവസം പറഞ്ഞിട്ടുണ്ട്, ഫ്രീ ബീസ് കൊടുത്ത് വോട്ടേഴ്സിനെ സ്വാധീനിക്കുന്നത് ജനാധിപത്യ വിരുദ്ധമാണ് എന്ന്. അന്ന് എന്താണ് ഫ്രീ ബി ആയിട്ട് നരേന്ദ്രമോദി പറഞ്ഞത്? 2 ഹെക്ടറിൽ താഴെ കൃഷിഭൂമിയുള്ള കർഷകർക്കെല്ലാം 6000 രൂപ, 2000 രൂപ വീതം 3 ഗഡുക്കളായി ഒരു വർഷം 6000 രൂപ കൊടുക്കുമെന്ന് പറഞ്ഞു. എന്തിനാണപ്പോ? അതായത് ഇന്ത്യയിലെ കർഷകർ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും 50%, 48.8% പേർ കർഷകരാണ് ഇന്ത്യയിൽ. ഈ 48.8% കർഷകരില് 68% കർഷകരും 2 ഹെക്ടറിൽ താഴെ കൃഷിഭൂമി ഉള്ളവരാണ്. എന്ന് വെച്ചാൽ ബഹുകോടികൾ വരുമെന്നർത്ഥം. അവർക്കെല്ലാം 2000 രൂപ വീതം 3 ഗഡുക്കളായിട്ട് 6000 രൂപ ഒരു വർഷം കൊടുക്കും എന്ന് പറഞ്ഞാൽ വലിയ തുകയൊന്നുമല്ല.
പക്ഷെ നിത്യദരിദ്രന്റെ കയ്യിലേക്ക് 6000 രൂപ ഒരു വർഷം വെറുതെ കിട്ടുന്നു എന്ന് പറഞ്ഞാൽ എന്നാ ആ പാർട്ടിക്ക് തന്നെ ഇരിക്കട്ടെ വോട്ട് എന്ന് പറയും. അങ്ങനെ വോട്ട് വാങ്ങി, അതായത് ഫ്രീ ബി കൊടുത്ത് വോട്ട് വാങ്ങി ഭരണത്തിൽ വന്ന് എന്നെ അയച്ച പരമശക്തൻ, എന്നെ അയച്ച പർപ്പസ് എന്താണോ ആ ലക്ഷ്യം നേടുക, അതിനു വേണ്ടിയാണ്. അല്ലാതെ ഇവിടുത്തെ ജനാധിപത്യത്തെ സംരക്ഷിക്കാനോ ജനാധിപത്യത്തിന് എന്താണ് ശക്തി പകരാനോ ഒന്നുമല്ല ഞാൻ ഭരിക്കുന്നത് എന്ന് പറയാതെ പറയുകയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ ഈ പോഡ്കാസ്റ്റിലൂടെ ചെയ്തിരിക്കുന്നത്. തന്നെയും മാത്രമല്ല, അതിനു വേണ്ടിയിട്ട് അദ്ദേഹം എന്താണ് ഇലക്ട്രൽ ബോണ്ട് അതിനു മുൻപില്ലായിരുന്നു. BJP ഗവൺമെന്റ് വന്ന് 2017 ഇലക്ട്രൽ ബോണ്ട് വരുന്നത്. അപ്പൊ ഇലക്ട്രൽ ബോണ്ട് സിസ്റ്റം വഴിയായിട്ട് അതുവഴിയായിട്ട് കിട്ടിയ കോൺട്രിബ്യൂഷൻസ്, ഇലക്ഷന് വേണ്ടി കിട്ടിയ കോൺട്രിബ്യൂഷൻസിൽ 70-75% BJP ഗവൺമെന്റ് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അങ്ങനെ പല തരത്തില് പണം സംഭരിച്ചു. അതുപോലെ തന്നെ അദ്ദേഹം ഡിമോണിറ്റൈസേഷൻ കൊണ്ടുവന്നു. അതുമൊക്കെ അദ്ദേഹത്തിന് ചില പ്രത്യേക ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. അങ്ങനെ കൊണ്ടുവന്ന പല പദ്ധതികളും ഈ തരത്തില്, അതായത് ജനാധിപത്യത്തിന്റെ വേരറുക്കുന്ന തരത്തിലുള്ള പ്രവൃത്തികൾ. പക്ഷെ ഈ ജനാധിപത്യത്തിന്റെ കാര്യത്തിൽ അമേരിക്കയിലും ട്രംപ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ജനാധിപത്യത്തെ പിഴുതെറിയുന്ന തരത്തിലുള്ള സംഭവങ്ങളാണ്. അത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അമേരിക്കയുടെ ചരിത്രം നോക്കണം. അമേരിക്കയുടെ ചരിത്രം നോക്കുമ്പോൾ നമുക്ക് ഓർക്കാം, ജോർജ് വാഷിങ്ടൺ ആദ്യത്തെ പ്രസിഡന്റ് ആയിരുന്നു സ്വതന്ത്ര അമേരിക്കയുടെ. ജോർജ് വാഷിങ്ടനോട് ആദ്യ പ്രസിഡന്റ് പദത്തിലേക്ക് മത്സരിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ അനുയായികളോട് പറഞ്ഞു, ഞാന് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി കഷ്ടപ്പെട്ടു നിങ്ങളോടൊപ്പം, പക്ഷെ അത് ഇതിന്റെ പ്രധാന പ്രസിഡന്റ് ആവുക എന്ന ലക്ഷ്യത്തോടെ അല്ലായിരുന്നു. അതുകൊണ്ട് എന്നെ വെറുതെ വിടണം, കഴിവുള്ളവർ മറ്റാര് വേണമെങ്കിലും പ്രസിഡന്റ് ആകണം എന്ന് പറഞ്ഞ് മാറി നിന്നപ്പോൾ എല്ലാവരും നിർബന്ധിച്ച ആ നിർബന്ധത്തിന് വഴങ്ങിയാണ് അദ്ദേഹം പ്രസിഡന്റ് പദത്തിലേക്ക് മത്സരിക്കുന്നതും പ്രസിഡന്റ് ആകുന്നതും. ആ ഒരു ടേം കഴിഞ്ഞു. അടുത്ത ടേമിൽ വീണ്ടും അദ്ദേഹത്തോട് മത്സരിക്കാൻ ആവശ്യപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു, ഒരു കാരണവശാലും വീണ്ടും ആ പദവിയിലേക്ക് ഞാൻ മത്സരിക്കില്ല. എന്നേക്കാൾ ശക്തർ, എന്നേക്കാൾ മിടുക്കർ ഈ രാജ്യത്തുണ്ട്, അവർ മത്സരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മുടെ നരേന്ദ്രമോദി 3ാം ഊഴത്തിനു വേണ്ടിയും ശ്രമിക്കുകയാണെന്ന് ഓർക്കുക. 2ാം ഊഴം പോലും വേണ്ട എന്ന് പറഞ്ഞ ജോർജ് വാഷിങ്ടൺ എവിടെ കിടക്കുന്നു? 3ാം ഊഴം വേണം. 2ാം ഊഴത്തിന് വേണ്ടി ഫ്രീ ബി കൊടുത്തു 6000 കോടി വീതം. ആ 6000 കോടി വീതം കൊടുക്കാൻ അന്ന് ഖജനാവിൽ പണമില്ലായിരുന്നു, കേന്ദ്ര ഖജനാവിൽ. എന്നിട്ട് എന്താ ചെയ്തത്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ റിസർവ് ഫണ്ട് 1,70,70,000 കോടി ആദ്യത്തെ 2000 രൂപ വീതം ഇലക്ഷന് മുമ്പ് കൊടുക്കാൻ വേണ്ടി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ റിസർവ് ഫണ്ട്, ബാങ്കിങ് അറിയാവുന്നവർക്കറിയാം, റിസർവ് ഫണ്ട് എടുത്ത് പ്രയോജനപ്പെടുത്തില്ലെന്ന്. പക്ഷേ ആ റിസർവ് ഫണ്ട് പോലും കേന്ദ്ര ഗവൺമെന്റിലേക്ക് ഡയറക്റ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ട് അത് കേന്ദ്ര ഗവൺമെന്റിൽ ചെന്ന് ആ ഫണ്ട് എടുത്താണ് 2000 രൂപ വീതം ഫ്രീ ബി ആയിട്ട് ജനങ്ങൾക്ക് കൊടുത്ത് 2ാം പ്രാവശ്യം നരേന്ദ്രമോദി ഭരണത്തിൽ വന്നത്. അപ്പോൾ നരേന്ദ്രമോദി എന്ന ജനാധിപത്യ വിശ്വാസിയും ജോർജ് വാഷിങ്ടൺ എന്ന ജനാധിപത്യ വിശ്വാസിയും തമ്മിലുള്ള വ്യത്യാസം നിങ്ങളൊന്ന് താരതമ്യം ചെയ്യണം. ഇനി പോട്ടെ, അങ്ങനെ ജോർജ് വാഷിങ്ടൺ 2ാം തവണ പ്രസിഡന്റ് ആയില്ല. അതേ അമേരിക്കയിൽ തന്നെയാണ് ഓർക്കണം. നമുക്കറിയാവുന്ന ഡെമോക്രസിയുടെ നിർവചനം എന്താണ്? ആ നിർവചനം ഗവൺമെന്റ് ഓഫ് ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ, ഫോർ ദ പീപ്പിൾ. ജനങ്ങൾക്ക് വേണ്ടി, ജനങ്ങളാൽ തന്നെ ഭരിക്കപ്പെടുന്ന ജനങ്ങളുടെ ഗവൺമെന്റ് എന്ന ആ മുദ്രാവാക്യം പോലും ആ അമേരിക്കൻ ഡെമോക്രസിയിലാണ് ഉരുത്തിരിഞ്ഞു വന്നത് എന്ന കാര്യം നാം മറക്കാതിരിക്കുക. അപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി പോഡ്കാസ്റ്റിൽ പറഞ്ഞത്, വിമർശനം അനിവാര്യമാണ്, ഡെമോക്രസിയുടെ ശക്തിയാണ് വിമർശനം, നല്ല രീതിയിലുള്ള വിമർശനങ്ങൾ ഉണ്ടാകണം എന്നാണ്. അപ്പോൾ ഈ തരത്തിൽ വിമർശിക്കപ്പെട്ടാൽ അദ്ദേഹം അതെങ്ങനെ എടുക്കും? ലെറ്റസ് വെയിറ്റ് ആൻഡ് സീ. സർവശക്തനാൽ അയക്കപ്പെട്ട മോദിജി അദ്ദേഹത്തിൻ്റെ ദൗത്യം നിർവഹിക്കാനാണ് മുന്നോട്ട് പോകുന്നത് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഞാൻ സൂചിപ്പിച്ചു, അദ്ദേഹം ആ ദൗത്യത്തിൻ്റെ പൂർത്തീകരണത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് അയോധ്യ ക്ഷേത്രം നിർമ്മിച്ചത് എന്ന്. അപ്പം ഡെമോക്രസി എങ്ങനെയാണ് പ്രവർത്തിക്കുക എന്നുള്ളതിൻ്റെ തെളിവായിട്ട് അദ്ദേഹത്തിന് സ്വീകരിക്കാവുന്ന കാര്യമാണ് എന്ത് സംഭവിച്ചു അയോധ്യയിൽ. അയോധ്യ ക്ഷേത്ര പൂജാകർമ്മങ്ങൾക്ക് ശേഷം പൂർത്തിയാക്കി കർമ്മങ്ങളെല്ലാം നടത്തിയതിന് ശേഷം നടന്ന
ലോകസഭ ഇലക്ഷനിൽ അവിടെ ആരാണ് ജയിച്ചത്? BJP-കാരനല്ല ജയിച്ചത്. അപ്പോൾ തന്നെ ജനമനസ്സുകളിൽ അമ്പലങ്ങൾ വയ്ക്കുന്നതല്ല, ജനസേവനത്തിന് വേണ്ടി വേണ്ട കാര്യങ്ങൾ ചെയ്യുകയാണ്, ജനക്ഷേമാർത്ഥമുള്ള കാര്യങ്ങൾ ചെയ്യുകയാണ് അത്യാവശ്യം എന്നതിൻ്റെ തെളിവാണ്. ഉദാഹരണത്തിന് നമുക്ക് നോക്കാം, കോവിഡ് കാലത്ത് ഗംഗാനദിയിലൂടെയും യമുനയിലൂടെയും ഒക്കെ ഒഴുകി നടന്ന ഡെഡ് ബോഡീസ് നാം ഓർമ്മിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ പുഴകളിലൂടെ ഡെഡ് ബോഡീസ് ഒഴുകി നടന്നത്, അനാഥപ്രേതങ്ങൾ ഒഴുകി നടന്നത്? അവിടെ അവർക്ക് സാമൂഹ്യ ആരോഗ്യ കേന്ദ്രങ്ങൾ പോലും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അത്രയേറെ മരണങ്ങൾ ഉണ്ടായത്, അത്രയേറെ മരണങ്ങൾ അറിയാതെ പോയത്, റിപ്പോർട്ട് ചെയ്യാതെ പോയത്, പുഴകളിലൂടെ ഒഴുകി നടക്കേണ്ടി വന്നത്. ആ സ്ഥാനത്ത്, അയോധ്യ ക്ഷേത്രം നിർമ്മിച്ച സ്ഥാനത്ത് കുറേ ആശുപത്രികൾ, അതായത് UP എന്ന് പറയുന്നത് 80 ലോകസഭാ സീറ്റുകളുള്ള ഒരു സംസ്ഥാനമാണ്. അവിടെയാണ് ഏറ്റവും, അതായത് ദാരിദ്ര്യം വളരെ കൂടുതലുള്ള ഒരു സംസ്ഥാനമാണ്. ഹങ്കർ ഇൻഡെക്സിൽ എത്രാമത്തെ സ്ഥാനം എന്ന് ഞാൻ ഓർക്കുന്നില്ല, എങ്കിലും ഏറ്റവും താഴെ നിന്ന് 7ഓ 8ലോ മറ്റോ എത്തുന്ന തരത്തിൽ വളരെ മോശമാണ് അവരുടെ പെർ ക്യാപിറ്റ ഇൻകവും മറ്റെല്ലാം. അപ്പോൾ ആ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി സാമൂഹ്യ ആരോഗ്യ കേന്ദ്രങ്ങൾ നിർമ്മിക്കാം എന്ന് കരുതുന്നതിന് പകരം ക്ഷേത്രം പണിതു. അതല്ല ഡെമോക്രസി ആവശ്യപ്പെടുന്നത് എന്ന് കാണിച്ചു കൊടുക്കുന്നത് തരത്തിലുള്ളതായിരുന്നു ജനത്തിൻ്റെ റെസ്പോൺസ്. 2024 ലോക്സഭാ ഇലക്ഷനിൽ നരേന്ദ്രമോദി നേരിട്ട് അനുഭവിച്ചത്. അദ്ദേഹം ലാർജ് മജോറിറ്റി കിട്ടും എന്ന് പറഞ്ഞ് ഇലക്ഷന് പോയിട്ട് അറിയാം, സഖ്യകക്ഷികളോട് കൂടിയല്ലാതെ അദ്ദേഹത്തിന് വീണ്ടും തിരിച്ചു വരാൻ പറ്റാത്ത തരത്തിലേക്ക് മാറിപ്പോയിരുന്നു അദ്ദേഹത്തിൻ്റെ അവസ്ഥ, അദ്ദേഹത്തിൻ്റെ സീറ്റ് നില.